പ്രിയമുള്ളവരെ, നിങ്ങൾ സന്തോഷമായിരിക്കുന്നു. എന്റെ പുറകിൽ ഒരു സമുദ്രമാണ്, കടലിന്റെ ഒരു ഭാഗമാണ്. ബൈബിളിനകത്ത് ഗന്നസറേത്ത് തടാകം എന്ന തടാകത്തിന്റെ കരയിൽ യേശു എത്തിയപ്പോൾ അവിടെ ശിമോൻ പത്രോസിന്റെ പടകിൽ യേശു കയറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയത്ത് ശിമോൻ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതെ ശൂന്യമായ ഒരു പടകുമായി നിൽക്കുന്ന സമയത്താണ് ആ പടകിൽ യേശു കയറിയത്. യേശു കയറിയിട്ട് കാര്യങ്ങൾ അവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് പോലൊക്കെ അവിടെ നടന്നു. ശേഷം ശിമോൻ പത്രോസിനോട് യേശു പറഞ്ഞു, ശിമോനെ, നീ നിന്റെ പടക് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. ശിമോൻ പത്രോസ് പറഞ്ഞു, നാഥാ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, കഴിഞ്ഞ രാത്രി മുഴുവൻ ഒത്തിരി അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, എന്റെ പടക് ശൂന്യമാണ്. പക്ഷെ ശിമോൻ പറഞ്ഞൊരു പദമുണ്ട്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. യേശുവെ, നീ പറഞ്ഞതുപോലെ എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ ഒത്തിരി അധ്വാനിച്ചു, പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയില്ല, പക്ഷെ എങ്കിലും നീ പറഞ്ഞല്ലേ, നിന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വലയിറക്കാം. അങ്ങനെ ശിമോൻ പത്രോസ് വലയിറക്കിയപ്പോൾ സംഭവിച്ചത് ഒരു പെരുത്ത മീൻകൂട്ടം, പടക് 2-3 ആകുവോളം വലിയ മീൻകൂട്ടം, വലിയൊരു ബ്ലെസ്സിങ്സ് അവന് കിട്ടുവാനിടയായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിന്റെ വാക്കിന് വലയിറക്കിയാൽ, യേശു പറയുന്നത് അനുസരിച്ചാൽ, യേശു പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഒരു നിറവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുവാനിടയാകും. ഇവിടെ 2 അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. ഒന്ന്, ശൂന്യമാക്കപ്പെട്ട ശിമോൻ പത്രോസിന്റെ പടകിനെ ദൈവം നിറച്ചെടുത്തു. ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആണ്. അത് കഴിഞ്ഞ ഉടനെ യേശു കർത്താവിനോട് പറയുക, ശിമോൻ പത്രോസേ, നീ ഇന്ന് വരെ മത്സ്യത്തെ പിടിക്കുന്നവനായിരുന്നു, പക്ഷെ ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഒരു ആത്മീയ ശുശ്രൂഷയുടെ കൈമാറ്റം ആ പത്രോസിന് മേൽ ദൈവം നൽകുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശുവിന്റെ വാക്കിന് നിങ്ങൾ അനുസരിച്ചാൽ, യേശുവിന്റെ വാക്കിന് നിങ്ങൾ വലയിറക്കിയാൽ, യേശു പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ 2 അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഒന്ന്, നിങ്ങളെ ശൂന്യതകളെ മാറ്റി ഒരു നിറവ് ദൈവം നൽകി തരും. ഫൈനാൻഷ്യൽ മേഖലകളിൽ ഒരു അത്ഭുതകരമായ നിറവ് നിങ്ങൾ അനുഭവിക്കാനിടയാകും. 2, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവനായി മാറ്റപ്പെടും. അനേകർക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറ്റപ്പെടും. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യേശുവിന്റെ വാക്കിന് നിങ്ങൾ വില കൊടുക്കുക, യേശുവിന്റെ വാക്ക് നിങ്ങൾ അനുസരിക്കുക, യേശു പറയുന്നത് പോലെ ചെയ്യുക. ദൈവം പറയുന്നത് അനുസരിച്ചാൽ, ദൈവം പറയുന്നത് നിങ്ങൾ ചെയ്താൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ്.